ഇന്ന് ഒരു ക്രാബ് കറി ഉണ്ടാക്കാം. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി ഒരു 10-12 എണ്ണം, പിന്നെ ഒരു 3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഒരു 1.5 തക്കാളി. അപ്പോൾ ചെറിയ ഉള്ളി എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ നമുക്ക് സവാള വേണമെങ്കിൽ കൂടുതലാക്കാം. അപ്പോൾ നമുക്ക് ഗ്രേവി നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ സവാളയുടെ എണ്ണം ഉണ്ടാക്കുക. അതിൽ 5 സവാളയിൽ കൂടുതൽ എടുക്കരുത്. ഒത്തിരി ആയാൽ നമ്മുടെ ക്രാബ് കറിക്കൊരു മധുരിപ്പായിപ്പോവും. അതായത് ക്രാബ് കറിയുടെ മീറ്റിന് ഇത്തിരി മധുരിപ്പുള്ളതാണ്. നമ്മൾ ഈ ഒരുപാട് സവാള കൂടി ആകുമ്പോൾ ഒരു മധുരക്കറി പോലെ ആവും. ആദ്യം മധുരക്കറി പോലെ തോന്നാതിരിക്കാനാണ് ഞാനിത്തിരി ഉള്ളി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ക്രാബ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈസിയായ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇട്ടിട്ടില്ല, വേപ്പിലെല്ലാം നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടു. അതിലോട്ട് 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, 3 ടേബിൾ സ്പൂണാണ്. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, കാശ്മീരി അല്ല എരിവെള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി എരിവ് നല്ലതാണ്, പിന്നെ വയറിനും പ്രശ്നമൊന്നും വരത്തില്ല. ക്രാബ് ചിലവർക്ക് പ്രശ്നമുണ്ടെന്ന് പറയാറുണ്ട്. പിന്നെ ഉപ്പ്. ഇതെല്ലാം ആദ്യം നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പച്ചക്കാണ് വെക്കുന്നത്, വളരെ ഈസിയായ രീതിയിലാണ് വെക്കുന്നത്. നമ്മൾ എണ്ണയിലൊന്നും വഴറ്റുന്നില്ല. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഞങ്ങൾ എല്ലാ മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഇട്ടു. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ക്രാബ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ക്രാബ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളമായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ്, മീറ്റിൻ്റെ ടേസ്റ്റ് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ സവാളയുടെ വെള്ളവും ഇറങ്ങും, നമ്മൾ മസാല ഒന്ന് മിക്സായി ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് ഇനി നമുക്ക് ക്രാബ് ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മൾ ക്രാബെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ക്ലീൻ ചെയ്യണതും ക്രാബ് എങ്ങനെ മേടിക്കണമെന്നും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ചെറിയ അറിവാണ്, എത്രത്തോളം കറക്റ്റാണെന്ന് അറിയത്തില്ല. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ക്രാബ് 2 തരമുണ്ട്, ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. ഇതേപോലത്തെ ഇതുള്ളത് പെണ്ണാണ്, നോക്കൂ. ഇതേപോലെ ഉള്ളത് ആണാണ്, സിമ്പിൾ കണ്ടോ. ഇതിങ്ങനെ നോക്കിയാണ് നമ്മൾ മേടിക്കേണ്ടത്. അപ്പോൾ അതിൽ ഈ ആണ് രണ്ടിൽ ഇതൊന്നും ഉണ്ടാവില്ല, പൊന്നെന്ന് പറയും നമ്മളിപ്പോൾ. കണ്ടോ, ഇതിൽ നല്ല യെല്ലോ കളർ കൂടുതൽ കണ്ടോ. ഇതിനെയാണ് പൊന്നെന്ന് പറയുന്നത്. പെണ്ണിൽ മാത്രം ഉണ്ടാകത്തുള്ളൂ. അതുമാത്രമല്ല, ഇതിൻ്റെ മാംസം കണ്ടോ, നല്ല മാംസമാണ്, നല്ല തിക്കായിട്ടുള്ള ഇതുമാണ്. അപ്പം പെണ്ണ് 2 ആയിരിക്കും നമ്മൾ കൂടുതൽ സെലക്ട് ചെയ്യാൻ വേണ്ടി. കഴിക്കാൻ ടേസ്റ്റ് കൂടുതലും ഇതുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല, അതിൻ്റെ ഫ്ലഷിനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കൂടുതലും ഇതേപോലത്തെ ഇതുള്ള ഞണ്ടാണ് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ നമുക്ക് വേറെ കൺട്രീസിലൊക്കെ പോയാൽ നമുക്ക് സെപ്പറേറ്റ് മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ സെലക്ട് ചെയ്യാൻ വേണ്ടി. നമ്മൾ കൂടുതലും ഇങ്ങനത്തെ സിമ്പിളുള്ള ഞണ്ട് വാങ്ങിക്കുക. പിന്നെ അതിനേക്കാളും കൂടുതലായിട്ട് ഞണ്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് പിടിക്കാൻ കുറവൊന്നും ഇല്ലെങ്കിൽ അമ്മക്ക് നോക്കുക, ബലം ഉണ്ടോ എന്ന് നോക്കുക. ഇത് കണ്ടോ, ഇത് ആണ് ഞണ്ടാണെങ്കിലും ഫ്ലഷിന് ബലമുണ്ട്. ചിലപ്പോൾ ഉള്ളിൽ മീറ്റൊന്നും ഉണ്ടാവില്ല. മീറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പൊട്ടനുണ്ടെന്ന് പറയും. അതിന് വേണ്ടിയാണ് ഒന്ന് പിടിച്ചിങ്ങനെ സെൻറ്ററിൽ ഇവിടെ ഒന്ന് പിടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഉള്ളിൽ ഫ്ലഷ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് ആദ്യം നോക്കി മേടിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് ചെറിയ ഞണ്ടാണെങ്കിൽ അധികം രണ്ടാക്കാൻ നിൽക്കണ്ട. അധികം രണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ ഇതൊക്കെ ഈ ഷെല്ലൊക്കെ ഒടിഞ്ഞു പോകും. അങ്ങനെയൊക്കെ ഷെല്ലൊടിഞ്ഞത് ഇങ്ങനെ വയറ്റിൽ പോകുമ്പോഴാണ് വയറുവേദന എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്രാബ് വെച്ചായിരിക്കും വയറുവേദനയൊന്നും അധികം വരത്തില്ല. നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്യുമ്പോൾ ഈ ചെറിയ ഷെല്ലൊക്കെ പൊടിഞ്ഞ് പോകുമ്പോഴാണ് ചിലവർക്കത് അലർജി വരുന്നതും വയറുവേദന വരുന്നത്. ഇതിൻ്റെ മീറ്റിൻ്റെ പ്രശ്നമല്ല, നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ. അതായത് ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആദ്യം ഇത് കട്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനത്തെ ഇതേപോലത്തെ പാട്ട് ആദ്യം കട്ട് ചെയ്ത് ഇതിൻ്റെ സൈഡില്ല ഷാർപ്പ് എഡ്ജസ് നമുക്ക് കത്രിക വെച്ച് സിമ്പിളായിട്ട്, ആദ്യം ബലമൊന്നുമില്ല, സിമ്പിളായിട്ട് കട്ട് ചെയ്യാം. 2 അറ്റവും കട്ട് ചെയ്യാം. എൻ്റെ ചെറിയ ഞണ്ടായതുകൊണ്ട് കാല് ഭയങ്കര ചെറിയ കാലുകൾ,
അതേപോലെ തന്നെ ചെറിയ ഇതാണെങ്കിലും നമ്മൾ രണ്ടാക്കി ഉണ്ടാവും. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും ഓരോ പീസ് വെച്ച് കൊടുത്താൽ അത് രണ്ടാക്കിയൊക്കെ വരുമ്പോഴാണ്. പിന്നെ ഭയങ്കര വലിയ രണ്ടാണെങ്കിൽ നമുക്ക് രണ്ടാക്കാം. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ മാംസത്തിലൊക്കെ മസാലകളൊക്കെ പിടിക്കും. രണ്ട് ജോയിൻറ്റ് ആദ്യം പിടിപ്പിക്കുക, പിന്നെ രണ്ട് സൈഡിലെ മുള്ളുകൾ വെട്ടിക്കളയുക, രണ്ടറ്റവും വെട്ടിക്കളഞ്ഞാൽ നമ്മുടെ കാല് നല്ല വൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, രണ്ട് സൈഡിലെ മാംസം കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇത് രണ്ട് ശ്രദ്ധിക്കുക. പിന്നെ വലിയ ഞണ്ടുകളിലെ കാലുകളിലാകുമ്പോൾ ചെറിയ ഇത്തിലുകളൊക്കെ ഇരിക്കും. നമുക്ക് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്താലൊന്നും അത് പോകത്തില്ല, നമുക്കത് മനസ്സിലാവില്ല. ഇതിൻ്റെ ഡിസൈൻ പോലെ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ നമ്മൾ ഈ കത്തി വെച്ച് ഇങ്ങനെ ഇവിടെ വെച്ച് നന്നായിട്ട് ചിരണ്ടി കളയണം കത്തി വെച്ച്. ഇത് കഴുകിയാലൊന്നും പോകില്ല. നമ്മൾ ഈ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചൂട് വരുമ്പോഴായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് വിട്ടു പോണത്. നമ്മുടെ മസാലയുടെ ഉള്ളിൽ നമ്മൾ കഴിക്കുമ്പോൾ അറിയത്തുമില്ല. ഇത് ഉള്ളിൽ പോകുമ്പോഴാണ് വയറുവേദന, അലർജി വരാനുള്ള സാധ്യത. അതും നമ്മൾ രണ്ട് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കിങ്ങനെ തിന്നാൻ ഭയങ്കര മടിയുള്ളവരാണെങ്കിൽ നമ്മളെ കാലില്ലേ, ഈ ഞണ്ടിൻ്റെ ഈ കാല് റെഡിയാക്കുമ്പോൾ രണ്ട് സൈഡ് അറ്റം വെട്ടിയിട്ട് നടുക്ക് വെട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഫ്ലഷ് കിട്ടും. ഇപ്പോൾ മക്കൾക്കൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ ആ സമയത്ത് പൊട്ടിച്ചു കൊടുക്കാൻ മടിയാണെങ്കിൽ ഇതേപോലെ ഫ്ലഷ് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കുക്ക് ചെയ്യാം കേട്ടോ. അതും വളരെ ഈസിയാണ് കഴിക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഈ കാലുകളിലുള്ളിൽ നിന്ന് ഫ്ലഷ് എടുത്തിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് കടിച്ച് ഇതാക്കണ്ട. അങ്ങനെ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ കടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് കുറച്ച് ഷെല്ലൊക്കെ നമ്മുടെ വായിൽ പോകും. നമുക്ക് മുന്നേ ഇതിൻ്റെ കൂടെ വേവിക്കാൻ വേണ്ടി കാല് ക്ലീൻ ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കാം. അത് ഈസിയാണ് കഴിക്കാൻ വേണ്ടി. ഇത്രേ ഉള്ളൂ ക്രാബിൻ്റെ. ക്രാബ് കൂടുതലും ഡൈജഷൻ്റെ ഇതാക്കാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി. ഷെല്ലുകൾ സൂക്ഷിക്കണം. പിന്നെ ഈ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും കഴുകിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ടേസ്റ്റൊക്കെ പോകും. പിന്നെ ഈ പൊന്നെന്ന് പറയണത് രുചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇത്തിരി പോകുമ്പോൾ ഗ്രേവി ഉണ്ടാവും. അതാണ് ഈ പൊന്നിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. വേറെ ഇതിങ്ങനെ നമ്മൾ കഴുകി വാഷ് ചെയ്ത് നമ്മുടെ മസാലയിൽ ഇടുമ്പോൾ നമ്മുടെ സവാളയുടെ കൂടെ ഇരിക്കുമ്പോൾ നല്ല ഗ്രേവി നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ആ ഗ്രേവി നല്ല ടേസ്റ്റാണ് കറിയിൽ ചേരുമ്പോൾ. അതാണ് പെണ്ണിനണ്ട് കൂടുതൽ വാങ്ങിക്കാൻ പറയുന്നത്. പിന്നെ ഫ്ലഷും നല്ലതാണ്. അപ്പം നിങ്ങളിങ്ങനെ നോക്കി മേടിക്കും. ക്ലീൻ ചെയ്യാനൊക്കെ യൂട്യൂബിലുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിച്ചു തരാത്തത്. വളരെ ഈസിയാണ് ക്ലീൻ ചെയ്യാൻ. ആദ്യം കാലുകളെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ഈ പാട്ടൊന്ന് ഒരു കത്തി വെച്ച് പൊക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ ഇതിങ്ങനെ പറിച്ച് കളയുക. പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ മൊബൈൽ പിടിക്കുന്നതുകൊണ്ടാണ് കാണിച്ചു തരാൻ പറ്റാത്തത്. നമ്മുടെ കൈ കൊണ്ടുണ്ട്, എനിക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാക്കിയിട്ട് നമ്മളുടെ ഈ സൈഡിലെ അഴുക്കെല്ലാം ആദ്യം കഴുകിക്കളയുക. എന്നിട്ട് ഈ ഇത് കണ്ടോ ഫ്ലവർ പോലെ ഇങ്ങനെ ഇതും ക്ലീൻ ചെയ്താൽ മാത്രം മതി. വെറുതെ ക്ലീനിങ്ങിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ആ സെക്ഷനിലോട്ട് നമുക്ക് പോകാം. ക്ലീൻ ചെയ്ത രണ്ടെല്ലാം ഇങ്ങോട്ട് ഇട്ടു. നമുക്ക് മസാലയായിട്ട് നന്നായിട്ട് കൈ കുത്തിക്കൊള്ളാതെ നോക്കണം. അപ്പോൾ ക്രാബ് നന്നായിട്ട് മസാലയായിട്ട് ഇതാക്കി. ക്രാബിൽ നിന്ന് കുറച്ച് വെള്ളം വരും. നമുക്ക് നല്ല ഇത്തിരി ഗ്രേവിയൊക്കെ വേണമല്ലോ. നമ്മുടെ ഈ കൈ കഴുകിയാൽ തന്നെ ഇത്തിരി വെള്ളം കുറച്ച് ഒഴിച്ചാൽ കേട്ടോ. ഒത്തിരി ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാം പോകും. കുറച്ച് ഒഴിച്ച് നമുക്ക് വെക്കാം. നമ്മളിപ്പോൾ ചെറിയ ഉള്ളി ഇട്ടിട്ടില്ല, പച്ചമുളക് ഇട്ടിട്ടില്ല, തക്കാളി ഇട്ടിട്ടില്ല. ഒന്ന് ചെറുതായിട്ടും ചൂടായി വരുമ്പോൾ ഇതെല്ലാം ഇടാം. നമ്മൾ ഗ്രേവി തന്ന് തിളക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞത് അതിലോട്ടിട്ടു, പച്ചമുളക് ഇട്ടു, തക്കാളി ഇട്ട് ഇതെല്ലാം ഇളക്കി നന്നായി ചേർത്തിട്ട് ഉപ്പ് നോക്കി നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് 5 മിനിറ്റ് നോക്കുമ്പോൾ ചാറ് നിങ്ങൾക്ക് കൂടുതലാണ് കുറവാണ് വേണ്ടതെങ്കിൽ ഒന്നും കൂടി ഇട്ട് വറ്റിച്ച് ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ആപ്പാടെ ആ മസാലയിൽ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഇറക്കാൻ നേരത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഇടാം, വേപ്പിലയും ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി. അപ്പോൾ വളരെ ഈസി അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി വെളിച്ചെണ്ണ ഇടണം, വേപ്പില ഇട്ടാൽ മാത്രം മതി. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഇത്തിരി തേങ്ങാപ്പാലും കൂടി ഒഴിക്കാൻ പോവുകയാണ്. 2 കൈപ്പിടി തേങ്ങ, ഒത്തിരി ഒന്നുമല്ല. ഇത്ര എരിവ് എൻ്റെ കുട്ടികൾക്ക് പറ്റൂല. അപ്പോൾ വലിയ ആൾക്കാർക്കൊക്കെ ഈ എരിവ് ഓക്കെയാണ്. അപ്പോൾ ഞാൻ എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഇത്രയും വരെ ഞാൻ ചെയ്താൽ മതി. എക്സ്ട്രാ ഞാൻ എൻ്റെ ഒരു ഇഷ്ടമനുസരിച്ച് തേങ്ങാപ്പാൽ ഇടാൻ പോവുകയാണ്. 2 കൈപ്പിടി തേങ്ങ ചെറിയ മിക്സിയിൽ വെച്ചിട്ട് അതിൻ്റെ ഇത്തിരി വെള്ളം ഒഴിക്കുള്ളൂ. എന്നിട്ട് ആ പാലും കൂടി ഒഴിച്ച് വെളിച്ചെണ്ണയും ഇട്ട് വേപ്പിലയും ഇട്ട്
ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്രാബ് കറി റെഡിയായി.